ഏത് പടത്തിനകത്തോ? ഏത് ആടുമ്പനാണ് പോവാ? കണ്ണടക്ക് വെച്ചിട്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആട് 3 കാണാൻ പോയാലോ? പക്ഷേ ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ടോ സെക്കൻഡ് പാർട്ടോ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ പടം ഫസ്റ്റ് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റിലീസിനായിരുന്നു ഫസ്റ്റ് ഷോയ്ക്കുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. ഈ ഒരു ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ 2-3 ദിവസം മുന്നേ തന്നെ ബുക്ക് ചെയ്തിട്ടു. എന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അതും രാവിലെ 10 മണിക്കുള്ള ഷോയ്ക്ക്. അങ്ങനെ നമ്മൾ 8:45 നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, വീട്ടിൽ പോയിട്ട് അച്ഛനും അമ്മേനൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഡീസൽ അടിക്കാൻ നിർത്തിയിട്ട് ഡീസൽ അടിക്കാൻ നിർത്തി കഴിഞ്ഞ് കാത്തുന് തന്നെ ക്യാഷ് കൊടുക്കണം. അതിനവിടെ ഒരു ഗുസ്തിയാണ്. ജെ.പി ആണെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യം പിണക്കൊക്കെയാണ്. വരുമോ? ഡോറ് തുറന്നൊന്ന് അച്ഛൻ്റെ കോലം കണ്ടപ്പോൾ എൻ്റെ കിളി മൊത്തത്തിലാണ്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛൻ്റെ കുളി പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം പെട്ടെന്ന് ആക്കിയതിൻ്റെ ശേഷം ഉണ്ടാകുന്ന നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. വണ്ടിയിൽ കയറിയപ്പോൾ കാത്തുമ്മയ്ക്ക് അമ്മേനെ മാത്രമേ വേണ്ടൂ. അങ്ങനെ നമ്മൾ കുറച്ചാണ്ട് എത്തുമ്പോഴേക്കും നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് നേരെ ശോഭയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ശോഭയിലായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ മോന്ത എങ്ങനെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് എപ്പോഴും രാത്രി സിനിമയ്ക്ക് പോകുന്നതാണ് ഇഷ്ടം. എനിക്ക് പിന്നെ ഇത് ഫസ്റ്റ് ഷോ കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാലത്തെ ഷോയ്ക്ക് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഞാനായിരുന്നു വർത്തമാനമെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മുകളിലേക്കാട്ടെ ഈ യാത്ര പിടിക്കുന്നത്. അങ്ങനെ മുകളിലെത്തിയതിന് ശേഷം നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി എല്ലാവരും സീറ്റിലേക്ക് ഉറപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് പിള്ളേർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഫുഡ് മേടിക്കാൻ പോകാം. അല്ലെങ്കിൽ അവർ നമ്മുടെ സിനിമ കാണാൻ സമ്മതിക്കില്ല. അങ്ങനെ പിള്ളേർക്ക് പോകേണ്ട പോപ്കോണും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ദാ എൻ്റെ കുട്ടീനെയും മാമാരായിട്ട് പീഡിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എന്നെ നല്ല തടി കുറവ് തോന്നിക്കുന്നുണ്ട്. ഒന്ന് കമൻറ്റ് ചെയ്തോളെ. എനിക്ക് കണ്ടപ്പോൾ തോന്നി. അങ്ങനെ ദാ പോപ്കോണും കാര്യം കിട്ടിയപ്പോൾ നമ്മൾ ജ്യൂസിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ചെയ്യുന്നു. ജ്യൂസെല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുവിധം നമ്മൾ സീറ്റെല്ലാം കണ്ടെത്തി നമ്മളവിടെ പോയിരുന്നു. അങ്ങനെ അപ്പോഴേക്കും ഇതാ നമ്മുടെ സിനിമ സ്റ്റാർട്ടായിട്ടുണ്ട്. സിനിമയുടെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഫസ്റ്റും സെക്കൻഡും കാണാത്തതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പക്ഷേ ചിരിക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ പകുതി എത്തുമ്പോഴേക്കും നമ്മൾ കാത്തുമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുണിക്കുമോൾ പാറി നടന്ന് എല്ലാവരോടും വർത്താനം പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പടമെല്ലാം കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു ആനയെ തിന്നാനുള്ള വിശപ്പായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിൽ കയറി അമ്മയും ഏട്ടനും ബിരിയാണിയും ഞാനും അച്ഛനും ചപ്പാത്തി മീൻകറിയാണ് പറഞ്ഞത്. പിന്നെ പാപ്പനും മേമയൊക്കെ മേമയുടെ വീട്ടിലേക്ക് പോയിട്ടാണ്. പോണ വഴിക്ക് അവർ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് കൂടെ കുണുക്കനും പോയിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാവരും പോയി പടം കാണുക. ബൈ.